താഴെ വെക്കാനുള്ള ലംബാർ സപ്പോർട്ടുകളൊക്കെ കിട്ടും. പക്ഷെ നമുക്കൊരു ഷീറ്റ് റോൾ ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലെ ടർക്കി പോലത്തെ ഒരു സംഭവം ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. പിന്നെയാണ് ഡോക്ടർ പേഷ്യന്റ് വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് വരും, ഇതിന് കഴുത്ത് വേദന മാറുന്നില്ല, ഇപ്പോഴും ഉണ്ട് ഫേഷ്യറ്റീസ്. അതായത് നമ്മുടെ കാലിന്റെ ഹീലിന്റെ താഴെ പ്ലാന്റർ ഫേഷ്യ ഉണ്ട്, ഒരു കട്ടിയുള്ളൊരു പേശി പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഒരു ഫേഷ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സ്ട്രെച്ച് ആവും ഒരുപാട്. അത് ഒരുപാട് സ്ട്രെച്ച് ആയാൽ പിന്നീട് ഫ്യൂച്ചറിൽ 1 ലിറ്റർ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചാൽ വെള്ളം നിറച്ച് വയ്ക്കും, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. നമസ്കാരമുണ്ട്. നമ്മൾ യാത്ര ചെയ്യാത്ത മനുഷ്യരില്ല, അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യനൊക്കെ യാത്രകളാണ്. ആഫ്രിക്കയുടെ ഏതോ ഭാഗത്തു നിന്ന് തുടങ്ങി നമ്മൾ ലോകത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് എല്ലായിടത്തും എത്തുന്നത് ഔട്ട് ഓഫ് ആഫ്രിക്ക OOA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്ര മുതൽ പാല് വാങ്ങാൻ പോണ കുഞ്ഞു യാത്രകൾ വരെ ഇങ്ങനെ യാത്രയിൽ പെടും. ഈ യാത്രയിൽ നമ്മൾ ആദ്യം നമ്മുടെ സാധാരണ പോലെ പ്രകൃതിയായിട്ടുള്ള നമ്മുടെ ബോഡി വെച്ചുള്ള യാത്രയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ആർട്ടിഫിഷ്യൽ രീതികളാണ്, യന്ത്രങ്ങൾ, വാഹനങ്ങൾ. ഇങ്ങനെയുള്ള യാത്രകൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാനാണ് നമ്മുടെ സേഫ്റ്റി ഫസ്റ്റിൻ്റെ എപ്പിസോഡിൽ ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങൾ ഏറ്റവും വിദഗ്ധമായിട്ട് പറഞ്ഞുതരാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഡോക്ടർ രാഹുൽ തമ്പി. നമസ്കാരം. ഡോക്ടറെ പറ്റിയേ ആദ്യം ഒരു വിശേഷണം നൽകണം. കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജൻ അങ്ങനെ പറഞ്ഞാൽ പോരാ. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന പേരുകളിലൊന്നാണ് ബാഴ്സലോണ. അവിടെ നിന്ന് ആർത്രോസ്കോപ്പിയിലും സ്പോർട്സ് മെഡിസിനിലും ഫെലോഷിപ്പ് നേടിയിട്ടുള്ള ഡോക്ടറാണ്. അത് രസം എന്താണെന്നറിയോ, ഇന്ത്യയിൽ തന്നെ അപൂർവം ആൾക്കാർക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുള്ളൂ, അല്ല ഡോക്ടർ? അതെ. ഇപ്പം നമ്മൾ നോക്കുമ്പം ആ ഒരു ഫെലോഷിപ്പ്, ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ സ്പോർട്സ് മെഡിസിനിൽ ഏറ്റവും ഒരു എന്താ പറയുക പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉള്ള ഒരു കേന്ദ്രമാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഫെലോഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ അതിൻ്റെ പിന്നിൽ കുറച്ച് കഷ്ടപ്പെട്ടു, ഒരുപാട് എനിക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടി വന്നു. അവസരം കിട്ടി, അവർ പെട്ടെന്ന് ക്ഷണിച്ചു, നമുക്ക് വരാൻ പറ്റുമോ, 2 മാസം കഴിഞ്ഞിട്ട് ഒരു ഫെലോഷിപ്പ് തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ ചില മികച്ച സ്പോർട്സ് സർജൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതിൽ തന്നെ എനിക്കൊരു അഭിമാനമുണ്ട്. ഒരുപാട് ഇന്റർനാഷണൽ ഡോക്ടേഴ്സായിട്ട്, അതായത് FC ബാർസലോണയായിട്ട് ഡയറക്റ്റ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് സർജൻസുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കാറിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, കാറിൻ്റെ എന്നല്ല എല്ലാത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഭാവിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും? കാറിൻ്റെ സീറ്റിംഗ് പൊസിഷൻ നമ്മുടെ നടുവേദനയ്ക്കും ബാക്കി എല്ലാ ഫാക്ടേഴ്സും, നമ്മളിപ്പോൾ ക്രോണിക്കലൊരു ബാക്ക് പെയിൻ ഡെവലപ്പ് ചെയ്യാണ്, അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. കാറിൻ്റെ സീറ്റ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മുടെ പുതിയ കാറുകളുടെ പിന്നാലെ പോകും, ലക്ഷറി കാറുകളുടെയും. ഒരു വണ്ടി ഉണ്ടെങ്കിൽ മറ്റേതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും അതൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഒരു വാഹനം നമ്മുടെ ഒന്ന് അക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും നമ്മൾ ആ ഒരു ഹെൽത്തി രീതിയിലുള്ള ഓട്ടം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇല്ല, നമ്മളെ എന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം? അപ്പം ശാസ്ത്രീയ വശം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഓരോ ബോഡി പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ശരി, നമുക്ക് മുകളിൽ താഴോട്ട് പോവാം. നമ്മളിപ്പോൾ ആദ്യം വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുമ്പം നമുക്ക് അറിയാം, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്ന ബോണറ്റിലായിരിക്കും. അതെ, അതായത് കാർ എൻ്റെ കൺട്രോളിലാണോ എന്നാണ് എല്ലാവരുടെയും ശ്രദ്ധ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റോഡിന് പകരം ബോണറ്റാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അത് എക്സ്പീരിയൻസോടുകൂടി എല്ലാവരും റോഡിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിച്ചു. പ്രവീൺ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രവീൺ അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. വണ്ടികളെ കുറിച്ച് അതിഗഹനമായ അറിവുള്ള വ്യക്തിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എൻ്റെ ഒരു ഇതാണ്. ആദ്യം എല്ലാവരും ബോണറ്റിലായിരിക്കും. ഇപ്പം ഞാൻ ഉൾപ്പെടെ പഠിക്കുമ്പോൾ കാർ എൻ്റെ കൺട്രോളിലാണോ, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് റോഡിൽ ശ്രദ്ധ, ചുറ്റുമുള്ള, അങ്ങനെയാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നത്. അപ്പോൾ ആ റോഡിലേക്കുള്ള ശ്രദ്ധയാണ് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മുടെ ഐ ലെവൽ എപ്പോഴും റോഡിലേക്കായിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. സീറ്റിന്റെ ഹൈറ്റ്, ഇപ്പോൾ കാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കാൻ വേണം. അത് നമ്മുടെ കണ്ണുകൾ ക്ലിയർ ആയിട്ട് റോഡിന്റെ ഫുൾ ഒരു 180 ഡിഗ്രി വരെ നമുക്ക് കാണാൻ പറ്റണം. അതായത് ഈ കാറിന്റെ ഇതില് ആ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ കാണാൻ സാധിക്കണം നമുക്ക്. അതാണ് നമ്മുടെ ഐന്റെ ഒരു ഹെൽത്തി ലെവല്. അടുത്ത നമ്മൾ കഴുത്തിന് ഫോക്കസ് ചെയ്യാം. നമ്മൾ കഴുത്ത് നോക്കുമ്പോഴും കഴുത്ത് ഇറക്റ്റ് ആയിരിക്കണം, എന്നാൽ കുറച്ച് റിലാക്സ്ഡും ആയിരിക്കണം. ഒരുപാട് നമ്മുടെ ഫ്രണ്ടിലോട്ട് കുനിയരുത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർത്തോപെഡിക് പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ ഇരിക്കുന്ന സീറ്റും നമ്മുടെ കഴുത്തും ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. പ്രവീണിന്റെ ഇത് പറയാം. നമ്മളിപ്പോൾ സീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് വിളിക്കും, ഈ സീറ്റിന്റെയും ഈ പ്രവീണിന്റെ കഴുത്തിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒരുപാട് കൂടാൻ പാടില്ല. എന്താ ഇത് സ്റ്റഡീസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളിപ്പോൾ ഒരുപാട് നല്ല സ്പീഡിൽ, അത്യാവശ്യം ചിലപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത്, പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ഇടേണ്ടി വരുന്നു.
ഓക്കെ, അല്ലെങ്കിൽ പുറയുന്ന ഒരാൾ വന്ന് നമ്മൾ തട്ടി, മനസ്സിലായി, ഓക്കെ, ഇടിച്ചു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഡിസലറേഷൻ ഇഞ്ചുറി ഉണ്ടാവും നമുക്ക്. ഡിസലറേഷൻ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ സ്പീഡായിട്ട് പോവാം. അപ്പൊ നമ്മൾ യാത്രയാണല്ലോ, നമ്മൾ 100 കിലോമീറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ഡിസലറേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ 20-30 പെട്ടെന്ന് വരും. അപ്പൊ എന്ത് പറ്റും, അതിന് ഡിസലറേഷൻ ഇഞ്ചുറി എന്ന് പറയും നമ്മൾ. അപ്പൊ നമ്മുടെ കഴുത്ത് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഫ്രണ്ടിലോട്ടോ ഒരുപക്ഷെ ബാക്കിലോട്ടോ പോകും. ഇങ്ങനെ ഓക്കെ, ബാക്കിലോട്ടോ പെട്ടെന്ന് പോകാനുള്ള അതിനെ ഡിസലറേഷൻ ഇഞ്ചുറി എന്ന് പറയും. ശരി, നമ്മുടെ ഓർത്തോപെഡിക് പോയിന്റ് തന്നെ വിപ്ലാഷ് ഇഞ്ചുറി എന്ന് പറയും. വിപ്ലാഷ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഈ വിപ്ലാഷ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ട്രൂലി അവിടെ ഫ്രാക്ചർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ കഴുത്ത്, അത് സെർവിക്കൽ വെർട്ടിബ്ര പൊട്ടണമെന്ന് നിർബന്ധമില്ല. അതേസമയം നമ്മുടെ അനാറ്റമി പരിശോധിക്കുകയാണെങ്കിൽ ഈ നട്ടലിന് ചുറ്റും ലിഗമെന്റ്സ് ഉണ്ട്, അതിനെ പിടിച്ചിർത്തുന്ന ലിഗമെന്റ്സ് ഉണ്ട്, മസിൽസ് ഉണ്ട്. ഇതൊക്കെ ടോൺ ആവാം, അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് ആവാം. മനസ്സിലായി. അപ്പൊ ആദ്യത്തെ കാഴ്ചപ്പാടില് പേഷ്യന്റ്, അതായത് ആള് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങും. പക്ഷെ എനിക്ക് എക്സ്റേ ഒക്കെ എടുത്തു, സംശയം CT എടുത്തു, ഫ്രാക്ചർ ഒന്നും ഇല്ല. പക്ഷെ ഒരു ക്രോണിക് നെക്ക് പെയിൻ തുടങ്ങും അടുത്ത കുറെ മാസങ്ങള്. അതൊരു പക്ഷേ വിപ്ലാഷ് ഇഞ്ചുറി ആവും. അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറില്ല. നമ്മൾ അങ്ങ് മിസ്ഡയഗ്നോസ് ചെയ്ത് അങ്ങ് ചിലപ്പോൾ പോകാറുണ്ട്. പേഷ്യന്റ് വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് വരും, ഇതിനകത്ത് കഴുത്ത് തന്നെ മാറുന്നില്ല, ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ വിപ്ലാഷ് ഇഞ്ചുറി ആവാം. ആ സമയത്ത് ചിലപ്പോൾ നമ്മളൊരു MRI എടുക്കേണ്ടി വരും. നമ്മുടെ മനസ്സിന്റെ ആ ഒരു കോർണറിൽ ഒരു ഓർത്തോപെഡിക് സർജൻ എപ്പോഴും, അല്ലെങ്കിൽ ന്യൂറോ സർജൻ എപ്പോഴും, ന്യൂറോളജിസ്റ്റ് എപ്പോഴും ഒരു വിപ്ലാഷ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, വിപ്ലാഷ് ഇഞ്ചുറി നമുക്ക് വേറൊരു ഡയഗ്നോസ് ഇല്ലെങ്കിൽ അത് തന്നെയാണ് ഡയഗ്നോസിസ്, അൺലെസ് അതർവൈസ് പ്രൂവ്ഡ്. മനസ്സിലായില്ലേ? സംശയം ഉണ്ടെങ്കിൽ MRI എടുപ്പിക്കുക. CT മാത്രം ഒതുക്കുക. CT എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രാക്ചർ ഉണ്ടോ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. MRIയിൽ നമുക്ക് ലിഗമെന്റ്സിന് ഇഞ്ചുറി ഉണ്ടോ, അല്ലെങ്കിൽ അതിന് പാരസ്പൈനൽ മസിൽസിന് വല്ല ടിയർ ഉണ്ടോ, അല്ലെങ്കിൽ നെർവ് വല്ല സ്ട്രെസ്ഡ് ആണോ. നെർവ് സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് കഴുത്തിലോട്ട് കഴുത്തിൽ നിന്ന് നമുക്ക് താഴോട്ട് ഇങ്ങനെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ വരാം. ഇതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. വിപ്ലാഷ് ഇഞ്ചുറി നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ മാക്സിമം കുറയ്ക്കാനാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതൊരു സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ കഴുത്ത് നമുക്കൊരു ഐഡിയ കിട്ടി. പിന്നെ നമ്മുടെ ഷോൾഡറും കൈയും, അത് ഷോൾഡർ, എൽബോ, റിസ്റ്റ്, നമ്മൾ 2 കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റിയർ ചെയ്യുന്നതും നമ്മുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മുടെ കൈ ഒരു കാരണവശാലും ഇങ്ങനെ വെക്കരുത്. മനസ്സിലായില്ലേ? ഇങ്ങനെ വെക്കരുത്. എന്തുകൊണ്ടാണ്? നമുക്ക് ഇപ്പോൾ സപ്പോസ് ഒരു തട്ടോ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഇമ്പാക്ട് ഇതിലോട്ട് വരും. അപ്പോൾ അതിന് ആ ഇമ്പാക്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു ഫ്ലെക്ഷനാണ് എപ്പോഴും. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മടക്കുക, എന്നാൽ റിലാക്സ്ഡ് ആയിരിക്കുക. നമ്മൾ അതുമായിട്ട് മത്സരിക്കുന്നതല്ല, നമ്മൾ പക്ഷെ റിലാക്സ്ഡ് ആയിട്ട് സ്റ്റിയർ തിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് കുറച്ച് റിലാക്സ്ഡ് പൊസിഷൻ ആയിരിക്കും. അപ്പോൾ അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത് ഒരു 180 ഡിഗ്രിയിലാവരുത്. എൽബോയിൻ്റെ ഇത് കുറച്ചൊരു ചെറിയൊരു ഫ്ലെക്ഷൻ വരുത്തുക. ഒരു 30 to 40 ഡിഗ്രി ഫ്ലെക്ഷനിലായിരിക്കണം നമ്മുടെ വണ്ടി ഓടിക്കേണ്ടത്, സ്റ്റിയർ ഓടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഷോൾഡർ റിലാക്സ്ഡ് ആയിരിക്കണം, ബലം പിടിക്കരുത്. ഓക്കെ, എന്നാൽ വളരെ അടുത്തും പോകരുത്. വളരെ അടുത്തും പോകരുത്, കാരണം ഇമ്പാക്ട് വളരെ കൂടുതലായിരിക്കും ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ. അതുകൊണ്ട് ചെറിയൊരു ഫ്ലെക്ഷനിൽ വേണം പിടിക്കാൻ, റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കംഫർട്ടബിളി നമ്മുടെ കണ്ണും പോവും, കൈയും ഒപ്പം പോവും. അടുത്ത ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹിപ്സ് ആണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ മോഡേൺ സീറ്റ് ഡിസൈൻ എങ്ങനെയാണ്, നമ്മുടെ നീ ആണ്, അതായത് മുട്ട് ജോയിന്റ് ആണ് ഹിപ്പിന് മുകളിലോട്ട് പോകുന്നത്. താഴോട്ട് കുഴിയാണ്. പക്ഷേ അതിൽ വേറൊരു വശമുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഒരിക്കലും ചടഞ്ഞുകൂടിയിരിക്കരുത്. നമ്മുടെ ബട്ടക്സ് ആ ഭാഗം മാക്സിമം സീറ്റിനോട് അടുപ്പിച്ചിരിക്കുക. മനസ്സിലായില്ലേ? ഒരുപാട് ഗ്യാപ്പ് വരരുത്, പിന്നെ നമ്മൾ ചടഞ്ഞുകൂടിയിരിക്കരുത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീ ഒരിക്കലും ഒരുപാട് മുകളിലോട്ട് പോകരുത്. ഏകദേശം ഒരു സെയിം ലെവൽ, അല്ലെങ്കിൽ കുറച്ച് താഴെ. ഒരുപാട് മുകളിൽ പോകുന്നത് നമ്മുടെ ലോങ് ടേമിൽ ഈ ഹാംസ്ട്രിങ്ങിനെ ഇതിനെയും ബാധിക്കാം. ലോങ് ടേമിൽ അത് എങ്ങനെയാണ് നമുക്കൊരു, അതായത് നമ്മുടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മുടെ നടുവേദനയ്ക്കും, അതായത് ഒരു ഹാംസ്ട്രിങ്ങിനും പിന്നീട് ഭാവിയിൽ ഒരു ഫ്യൂച്ചർ ഒരു പെയിൻ ആയിട്ട് ഡെവലപ്പ് ആവും. പക്ഷേ ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ സീറ്റുകളൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഒരു കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പൊങ്ങിയിട്ടല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ കൈയിൻ്റെ ലെവലും കുറച്ച് സീറ്റ് കുറച്ച് ബാക്കിലോട്ട് എടുക്കുക. നമ്മൾ ബാക്കിലോട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറച്ച് എക്സ്റ്റെൻഡ് ആയി വരുമല്ലോ. നമ്മൾ അടുക്കും തോറും അല്ലേ നീ പൊങ്ങി വരുന്നത്. മനസ്സിലായില്ലേ? അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ സംഭവം മനസ്സിലായില്ലേ? നമ്മൾ അതായത് സീറ്റ് പുറകിലോട്ട് പോകും തോറും നമ്മുടെ നീ ജോയിന്റ് പൊങ്ങുന്നത് കുറയും, താഴോട്ടാവും കുറച്ച്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ബേസിക്കലി ഞാൻ ഒരു എർഗോണമിക് രീതി പറഞ്ഞാണ് ഡ്രൈവിങ്ങിന്റെ. ഇതാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. ഇത് എൻ്റെ കാഴ്ചപ്പാടല്ല, സ്റ്റഡീസിന്റെ ഇതിലാണ്. നമ്മുടെ സീറ്റിന്റെ ഒരു സീറ്റ് ഡിസൈനിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടെപ്പോഴും പോയി. പക്ഷെ പ്രശ്നം നമ്മൾ അതിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ കാർ മാനുഫാക്ചറേഴ്സ്
കസ്റ്റമേഴ്സിനെ വെസ്റ്റിൽ അഡ്വൈസ് ചെയ്യാറുണ്ട്. ആ. അതെനിക്ക് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്. അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും കസ്റ്റമേഴ്സിന് എങ്ങനെ ഇരിക്കേണ്ടതെന്ന്, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അവരുടെ എല്ലാവരുടെ ഇൻഡിവിജ്വൽ ഹൈറ്റ് മെഷർ ചെയ്ത് അവരുടെ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് അതിനുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ കാണിച്ചു കൊടുക്കും എങ്ങനെ ഇരിക്കേണ്ടതെന്ന്. ആ ഒരു ഇതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അവിടെ. നമ്മളൊരു കാർ അക്വയർ ചെയ്യുന്നു, റോഡിലോട്ട് ഇറങ്ങുന്നു, നമ്മുടെ ഇഷ്ടം പോലെ ഡ്രൈവ് ചെയ്യുന്നു. ഒരു 5-6 മാസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര നടുവേദനയാണ് അല്ലെങ്കിൽ കാലുവേദനയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നടുവിൻ്റെ ഇത്. അപ്പോൾ പ്രവീൺ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ അപ്പോൾ നീൻ്റെ ഇത് കുറയ്ക്കണമെങ്കിൽ കുറച്ച് അപ്പൊ ഇങ്ങനെ പൊങ്ങിക്കുന്നത് കുറച്ച് കുറയും, കംപ്ലീറ്റ് മാറുന്നില്ല. ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പോകും. പക്ഷെ അതേസമയം നമ്മുടെ കൈയും ശ്രദ്ധിക്കണം, ഇത് കഴുത്ത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ആംഗിൾ ജോയിന്റ് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് ഫ്രണ്ടിലോട്ട് പോയാൽ കാലിങ്ങനെ ഇരിക്കും, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ആംഗിൾ പെയിൻ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ പ്ലാന്റർ ഫേഷ്യറ്റിസം എന്നൊരു സംഭവമുണ്ട്. വണ്ടി നിരന്തരം ഓടിക്കുന്ന ആൾക്കാർക്ക് പ്ലാന്റർ ഫേഷ്യ കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പുറകിലോട്ട് പോയാൽ കാലിങ്ങനെയാവും, ആംഗിൾ ജോയിന്റ് ഇങ്ങനെയാവും. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പ്ലാന്റർ ഫേഷ്യറ്റിസ്, അതായത് നമ്മുടെ കാലിൻ്റെ ഹീലിൻ്റെ താഴെ പ്ലാന്റർ ഫേഷ്യ ഉണ്ട്. ഒരു കട്ടിയുള്ളൊരു പേശി പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു ഫേഷ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സ്ട്രെച്ചാവും ഒരുപാട് സ്ട്രെച്ചായാൽ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്കൊരു പ്ലാന്റർ ഫേഷ്യറ്റിസം എന്ന രസമുണ്ട്. അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എണീക്കുമ്പോൾ ഉള്ള വേദന അതൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും, നമ്മൾ ചിലപ്പോൾ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ടാക്സി ഡ്രൈവേഴ്സ് അവരുടെ ലൈഫ് ഇത് തന്നെയാണ്. അത് തന്നെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അവർ സീറ്റിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, കുറച്ച് പിന്നിലേക്ക് ആക്കുക. അത് കാലിന് ഒരുപാട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഭയങ്കര പെർപെൻഡിക്കുലർ ആക്കാതെ. അല്ലേ? അതെ. കാരണം ഈ പ്ലാന്റർ ഫേഷ്യസ് തന്നെ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നീര് വെക്കുക. ശരി. ഇതിന് പല കാരണങ്ങളുണ്ട്. യൂറിക് ആസിഡ് കൂടുന്നുണ്ടാവാം, ആമവാദം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാവുന്നുണ്ടാവാം, ഡയബറ്റീസ് ഉള്ളവർക്ക് വരാം, തൈറോയ്ഡ് ഉള്ളവർക്ക് വരാം. പക്ഷെ ഞാൻ പറഞ്ഞത് തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് കുറയുന്ന ആൾക്കാർക്ക്. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു കാരണമാണ്. നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യും. ചിലപ്പോൾ പിന്നെ അവസാനം നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത് നോക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ജോയിന്റ്സ് എല്ലാം കവർ ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരിപ്പിൻ്റെ ഇതാണ്. നമ്മുടെ നടുവിനെ എങ്ങനെ ബാധിക്കാം. മെയിൻലി നമ്മുടെ ലംബാർ സ്പൈനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകുന്നത്. ലംബാർ സ്പൈൻ ഞാൻ പറഞ്ഞു, നമ്മുടെ അനാറ്റമി പരിശോധിക്കുമ്പോൾ സെർവൈക്കൽ, തൊറാസിക്, നെഞ്ചിന്റെ ഭാഗം, ലംബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുപ്പിന് മുകളിലോട്ടുള്ള ഇത് നടു അതിനെയാണ് നമ്മൾ നടു എന്ന് പറയുന്നത്. അത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ലംബാർ സ്പൈനെ ബാധിക്കുന്ന ഇതിനെയാണ്. അപ്പോൾ ലംബാർ സ്പൈനിനെ നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഐഡിയൽ അവർ പറയുന്നത് ലംബാർ റീജിയൻ ഒരു കർവ് ഉണ്ട്, ഫ്രണ്ടിലോട്ട് ഒരു കർവ് ഉണ്ട്. ആ കർവ് മെയിൻറ്റെയിൻ, നമ്മൾ പലപ്പോഴും ഇരിക്കുമ്പോൾ ആ കർവ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല, കുറച്ചിങ്ങനെ ചടഞ്ഞങ്ങ് പോകും. ഓക്കെ. അപ്പോൾ ആ ഒരു കർവിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നല്ല ഉചിതമായ ഒരു കാര്യം, ഒരു ഷീറ്റ് റോൾ ചെയ്യുക സിമ്പിളായിട്ട്. ഇന്ന് കൊമേഴ്ഷ്യലി നമുക്ക് കിട്ടും, താഴെ വെക്കാനുള്ള ലംബാർ സപ്പോർട്ടുകളൊക്കെ കിട്ടും. പക്ഷെ നമുക്കൊരു ഷീറ്റ് റോൾ ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിലൊരു ടർക്കി മതി. നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ഇപ്പോൾ സാധനങ്ങൾ കിട്ടും, നമ്മുടെ സർജിക്കൽ സ്റ്റോർസിലൊക്കെ കിട്ടും. അതല്ലെങ്കിൽ ആമസോണിൽ കിട്ടും. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു ടർക്കി മതി. നമുക്ക് ആ ടർക്കി ചെറുതായിട്ട് കട്ടിയുള്ള, ഒരുപാട് ലെങ്ത് ഉള്ളതല്ല, ചെറിയൊരു ടർക്കി റോൾ ചെയ്തിട്ട് നമ്മുടെ ആ ലംബാർ റീജിയനിൽ അവിടെ ഒന്ന് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കത് വെക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കംഫോർട്ട് കിട്ടും നമുക്ക്. അത് വെച്ചിട്ട് ആ ഒരു ലംബാർ, അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഒന്ന് നമുക്ക് നടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോങ് ടേം വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ആ ഒരു കർവ് ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻഡ് ആവും, അത്രേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. പക്ഷെ ലോങ് ടേം അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലംബാർ സപ്പോർട്ട് ഭയങ്കര നല്ലതാണ്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, 1 ലിറ്റർ ബോട്ടിലില്ലേ, ഇപ്പൊ ചെന്നൈക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ പണിയൊക്കെ കിട്ടുമല്ലോ, അപ്പൊ 1 ലിറ്റർ ബോട്ടിൽ ഇങ്ങനെ വെക്കും. അപ്പൊ ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഭയങ്കര രസമാണ്, ഭയങ്കര 1 ലിറ്റർ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചാൽ വെള്ളം നിറച്ച് വെക്കും, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞ അതുപോലെ നമ്മുടെ ഇപ്പൊ കാഴ്ചപ്പാട് നമ്മൾ അതാണ് അഡ്വൈസ് ചെയ്യാറ് പേഷ്യൻസിന്. നിങ്ങൾ നടുവേദന ഉണ്ടെങ്കിൽ, പലപ്പോഴും നടുവേദന വന്നിട്ടാണ് എല്ലാവരും വരാറ്, അതിനു മുമ്പ് ആരും അഡ്വൈസ് ചോദിക്കില്ല. ഇതൊക്കെ കാർ മാനുഫാക്ചറേഴ്സ് അവരെ ഷോറൂം കാർ പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാം. പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇതൊന്നും നേരത്തെ അഡ്വൈസ് ചെയ്യില്ല. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ തുടക്കത്തിൽ വെച്ചുകൊണ്ടിരിക്കും പലരും. വെച്ചുകൊണ്ടിരിക്കുന്ന അവർ കുറ്റം പറയുമല്ലോ, അവർ ജോലി തിരക്കും അതൊക്കെ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു ദിവസം ലീവ് എടുത്ത് ഡോക്ടർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നടുവേദനയാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, മനസ്സിൽ കരുതുകയാണെങ്കിൽ, ചിലപ്പോൾ ഇപ്പോഴത്തെ വണ്ടിയല്ല, നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുകയാണ്, വാഹനം എടുക്കുകയാണ്, വാഹന പൂജ എല്ലാം കഴിയും, വണ്ടി ഓടിച്ചു തുടങ്ങും, 1,00,000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുക. പിന്നെ എനിക്ക് ഡോക്ടർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെയാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, നിസ്സാര കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ചെറിയ സീറ്റിംഗ് പൊസിഷൻ്റെ പ്രവീൺ ചോദിച്ച വളരെ പ്രസക്തമായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ചെറിയ പൊസിഷൻ ചേഞ്ചിലൂടെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താം. ഇത് നമ്മുടെ ഓഫീസ് സ്പേസിലും ആപ്ലിക്കബിൾ ആണ്. ഇത് നമ്മുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം ഒതുക്കി സംസാരിക്കുന്നത്. അപ്പോൾ നടുവേദന എനിക്ക് അതാണ് നമ്മൾ ആ ഒരു ഇതിലാണ് പെർസ്പെക്റ്റീവ്. ഈ 1 സ്റ്റിച്ച് സേവ്സ് 9 എന്ന് പറയല്ലോ. അതെ 1 സ്റ്റിച്ച് സേവ്സ് 9 അല്ലേ?
തുടക്കത്തിൽ നമ്മളൊരു ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ നടുവേദന വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് സിമ്പിളാണ് ട്രീറ്റ് ചെയ്യാൻ. ഒന്നുമില്ല, ഫിസിയോതെറാപ്പിയോട് നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാനേ ഉള്ളൂ. മരുന്നും കഴിച്ച് ഫിസിയോതെറാപ്പിയും ചെയ്താൽ മതി. പിന്നെ ഒരുപാട് നീണ്ട കാലം ഒരു ക്രോണിക് ബാക്ക് പെയിനിലോട്ട് പോകുന്നവർക്കാണ് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ. അപ്പോൾ അതുപോലത്തെ ജോലി ചെയ്യുന്നവരൊക്കെ അതുപോലെ ശ്രദ്ധിക്കേണ്ടിയും വരും.